ഹലോ ഗൈസ്, അപ്പോ ഇന്ന് സൺഡേ ആണ്. സൺഡേ നമുക്ക് ഫണ്ടേ ആണല്ലോ. ഇന്ന് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാല്, നമ്മൾ ആചാരിൽ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പിക്ക് ചെയ്യണം. അവരെ പിക്ക് ചെയ്ത് നമുക്ക് നല്ല കഫേയിലോട്ടോ എവിടേക്കിലൊക്കെ പോകണം ഫുഡ് കഴിക്കാന്. പിന്നെ നൈറ്റ് ഇന്ന് നല്ലൊരു നൈറ്റ് ഔട്ട് ഉണ്ട്. നമ്മളിവിടുത്തെ കുറച്ച് ലോക്കൽ ഫ്രണ്ട്സ് ഉണ്ട്, കർണാടകക്കാര്. നമ്മുടെ യശ്വന്ത്പൂര്, ജലനപുരൊക്കെ ഉള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ട്രാഫിക്കിലും അതിലൊക്കെ പോലീസ് ഓഫീസർ അവരൊക്കെ ഉണ്ട്. പിന്നെ ഐ ടി പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് നൈറ്റ് ഔട്ട് ഉണ്ട് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഫൈനലി നമ്മൾ ആചാര്യ കോളേജിൽ നമ്മൾ 2-3 ഫ്രണ്ട്സിനെ പിക്ക് ചെയ്തു. പിന്നെ എലങ്കി പോകണമായിരുന്നു. എലങ്കിന്ന് നമ്മൾ ഫ്രണ്ടിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങനെ ഒയാ കഫേയിലോട്ട് പോവുകയാണ്. ഫൈനലി നമ്മളങ്ങനെ ഒയാ കഫേയിലെത്തിയിട്ടുണ്ട്. വണ്ടി നമ്മൾ വാലറ്റ് പാർക്കിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാടി പിടിച്ചാണ്ട് കയറാൻ പറ്റില്ല. അവിടെ ക്യൂ നിൽക്കണം കുറച്ച് നേരം. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ക്യൂ നിന്നു. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ 5 ടേബിൾ എപ്പോഴാണ് ഫ്രീ ആവണം അപ്പോഴാണ് അവർ കയറ്റി വിടത്തുള്ളൂ. അവിടെ അങ്ങനെയാണ്, 2 ടേബിൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അങ്ങനെ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ സിസ്റ്റം എന്താ വെച്ചാൽ, ഇവിടെ ഒരു QR കോഡ് ഉണ്ടാവും ടേബിൾമേ. അതിന് നമ്മൾ സ്കാൻ ചെയ്യുക, ഫുഡ് ഓർഡർ ചെയ്യുക. ഇപ്പോൾ ബില്ല് വേണമെന്നുണ്ടെങ്കിലും ദിവസം തന്നെയാണ്, ഫുള്ള് ഓൺലൈനിലാണ്. ആരും നമ്മളോട് ഫുഡ് അത് വേണോ ഇത് വേണോ ഒന്നും ചോദിക്കില്ല, ബില്ലും കൊടുത്തിട്ടില്ല. ഫുള്ള് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുക, ഓൺലൈനിൽ പേ ചെയ്യുക. ഒരു കുപ്പി വെള്ളത്തിനെ 125 റുപ്യാണ് 1 ലിറ്ററിന്. അവിടെ സർവീസ് ചാർജ് GST അത് ഇത് കണ്ടിട്ട് വെറുതെ 400-500 റുപ്യ പോവും. സംഭവം ഫുഡിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ആംബിയൻസും കാര്യങ്ങളാണ്, അത് സെറ്റാണ്. ഞാൻ അവരൊക്കെ ഡ്രോപ്പ് ചെയ്തു. എൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പയ്യന്മാരപ്പോൾ അവരെ കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു, ഒരു ജ്യൂസും ബർഗർ കഴിച്ചിട്ട് അവിടെ ലേ ഔട്ടിൽ. ഞങ്ങളെപ്പോഴും ഈവനിങ് ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പോലീസിനെ വന്ന് കണ്ട് എന്താ അവിടെ ഇരിക്കണം അങ്ങനെ ഇങ്ങനെ ഫുള്ള് വണ്ടിയൊക്കെ ചെക്ക് ചെയ്തു. അതിന് അവിടെ ഇരിക്കണത്, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഓരോരുത്തർ ഫൈൻ വേണം. അങ്ങനെ അത് വെറുതെ ഉണ്ടാവുന്ന പരിപാടിയാണ് ഇവിടെ എല്ലായിടത്തും. വെറുതെ വണ്ടിയിൽ ഇരിക്കുക എന്നുണ്ടെങ്കിൽ പോലീസിന് വെറുതെ ഒന്ന് ഫൈൻ ചെയ്തു. ചിലപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി ഞങ്ങളോട് പറഞ്ഞ് ഫൈൻ വേണം, ആളെണ്ണം ഓരോരുത്തർ 500 വേണമെന്ന് പറഞ്ഞ്. ഞാൻ ഓൾറെഡി നമ്മളെ മറ്റേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ 9:30 അവർ ഡ്യൂട്ടിയും കാര്യങ്ങളും കഴിഞ്ഞ് വരിക. അപ്പോൾ അതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഇവരെ വന്നിട്ടുള്ള ഈ നാടകം. ഞാൻ നേരെ അവരെ കയ്യിൽ ഫോണാണ് കൊടുത്തു, മറ്റേ പോലീസുകാരെ വിളിച്ചിട്ട് അവരെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും അവർ സംസാരിച്ചിട്ട് സോൾവ് ആക്കി, അല്ലെങ്കിൽ വെറുതെ എൻ്റെ 2000 പോയിരുന്നു. ഇപ്പോൾ നമ്മൾ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവന് ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് യശ്വന്ത്പൂർ. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അവിടുന്ന് മറ്റവരുടെ അടുത്തേക്ക് ഞങ്ങൾ പോകും. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. അങ്ങനെ ഞാൻ അവരുടെ റൂമിലെത്തി, കുറേ നേരം സംസാരിച്ചു. അവരെന്നെ കുറേ കന്നഡ പഠിപ്പിച്ചു, ഞാൻ അവരെ കുറേ മലയാളം പഠിപ്പിച്ചു. ഇതിൽ ലാസ്റ്റ് ഇരിക്കുന്നതില്ലേ, അതാണ് സന്തോഷ് സാറ്. സന്തോഷ് സാറിന് ഇപ്പോൾ ഈ വന്ന കിരൺ സാറുണ്ടല്ലോ, ഈ സാറിനെ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുതിയ അവിടുന്ന് പരിചയപ്പെട്ടാണ്. ഭയങ്കര ജോളിയാണ്. അപ്പം നാളെ ഞങ്ങൾ ട്രിപ്പ് പോകാന്നുള്ള പ്ലാനിങ് ഒക്കെ ഔട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് ക്യാഷ്. അപ്പോൾ നാളെ ഇവിടെ ഹോളിഡേ ആണ്, എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നാളെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഇവർ പറഞ്ഞു തരുന്ന സ്ഥലം, ഞാൻ പേര് പറഞ്ഞു. അപ്പം അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകാനുള്ള പ്ലാനാണ്. നാളെ അവരൊക്കെ ഓഫ് ഡ്യൂട്ടിയാണ്. കാരണം നമ്മൾ ഒരു സാറുണ്ട്, ആ സാറ് മാത്രം നാളെ ഡ്യൂട്ടിക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സാറുമാർക്കും നാളെ ഓഫാണെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.